അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തേക്ക് നമ്മുടെ ട്രേഡ്സ്മാൻ ടേണിംഗ് അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ ടർണർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ആദ്യത്തെ ഒരു റിവിഷൻ സെഷനുമായിട്ടാണ്, മൊഡ്യൂൾ 1ന്റെ ഒരു റിവിഷൻ വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ ബേസിക് ഹാൻഡ് ടൂൾസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂളുകൾ, സാധാരണ വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന ബേസിക് ടൂൾസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 1ൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പൊ ആ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പ്ലസ് റിവിഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എഞ്ചിനീയർ സ്റ്റീൽ റൂളിന്റെ സ്റ്റാൻഡേർഡ് സൈസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എഞ്ചിനീയർ സ്റ്റീൽ റൂളിന്റെ സ്റ്റാൻഡേർഡ് സൈസിൽ 150 mm അഥവാ 15 സെന്റിമീറ്ററും 300 mm അഥവാ 30 സെന്റിമീറ്ററും 600 mm അഥവാ 60 സെന്റിമീറ്റർ ലെങ്തിലുള്ള സ്റ്റീൽ റൂളുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇതിന് ഉത്തരം വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ എഞ്ചിനീയർ സ്റ്റീൽ റൂളുകൾ സാധാരണഗതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന സൈസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 150 mm, 300 mm, 600 mm. ഉത്തരം ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്റ്റീൽ റൂളുകളുടെ റീഡിംഗ് ആക്യുറസി എത്രയാണ്? 0.5 mm. ഇതുകൂടി പഠിച്ചു വെക്കണം. ഇഞ്ചിന്റെ കേസ് കൂടി പഠിച്ചു വെക്കണം. അവസാനത്തെ വരി ഒന്ന് വായിച്ചു വെക്കുക. 1/64 ഓഫ് ഇഞ്ച് എന്ന് പറയുക. ഇഞ്ച് നോക്കുന്ന സമയത്ത് നമ്മളവിടെ 1/64 ഇഞ്ച് എന്നാ പറയുക. റീഡിംഗ് ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 0.5ന്റെ ഒപ്പം തന്നെ എന്തും ഉണ്ടാവും, 1/64 ഓഫ് ഇഞ്ചും ഉണ്ടാവും. അപ്പോൾ റീഡിംഗ് ആക്യുറസി ഓഫ് സ്റ്റീൽ റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.5 mm ഉത്തരമാണ്. 1/64 ഓഫ് ഇഞ്ചും എന്താണ് ഉത്തരമായിട്ട് പറയാവുന്നതാണ്. സ്റ്റീൽ റൂൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്, സ്റ്റീൽ റൂളുകൾ നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റീൽ റൂളുകളുടെ മെറ്റീരിയൽ ചോദിക്കുകയാണെങ്കിൽ സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്, സ്റ്റീൽ റൂൾ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ സ്റ്റീൽ റൂളിന്റെ ടൈപ്പ് നിങ്ങളുടെ സിലബസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കാതെ പോകാൻ പറ്റില്ല. ടൈപ്സ് ഓഫ് സ്റ്റീൽ റൂൾ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങളുടെ സിലബസിൽ ഓൾറെഡി പറയുന്നുണ്ട്. ഷോർട്ട് സ്റ്റീൽ റൂൾ ആണ്. ഏതാ? ഷോർട്ട് സ്റ്റീൽ റൂൾ അല്ലെ. ഷോർട്ട് സ്റ്റീൽ റൂൾ ആണ് ഉത്തരം വരുന്നത്. ഷോർട്ട് സ്റ്റീൽ റൂൾ ആണ് ഉത്തരം വരുന്നത്. എന്താണ് ഷോർട്ട് സ്റ്റീൽ റൂൾ എന്ന് നോക്കാം. അത് വായിച്ചു നോക്കി. ചെറിയ 5 റൂളുകളോട് കൂടിയിട്ടുള്ള ഒരു സെറ്റ് ആണ് എന്ത്, ഷോർട്ട് സ്റ്റീൽ റൂൾ. എന്താണ് ഈ കൺഫൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞ അർത്ഥം? കൺഫൈൻഡ് എന്ന് പറഞ്ഞ അർത്ഥമാക്കുന്നത് എന്താ? അതിലൊരു മലയാളം ഇടുങ്ങിയ എന്നുള്ള അർത്ഥമാണ്. കൺഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ അല്ലെങ്കിൽ ഹാർഡ് ടു റീച്ച്, എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത്. സാധാരണ ഒരു സ്റ്റീൽ റൂളിൽ വരുമ്പോൾ നമുക്കറിയാം ഏറ്റവും ചെറിയൊരു സ്റ്റീൽ റൂൾ പോലും എത്ര ഉണ്ടാവും, 15 സെന്റിമീറ്റർ നീളം ഉണ്ടാവും. 15 സെന്റിമീറ്റർ നീളം ഉണ്ടാവും. ഇപ്പൊ ഒരു കുഴിഞ്ഞിരിക്കുന്നത്, അതായത് ഇതേപോലൊരു സ്ഥലമാണ്. ഇതിന്റെ ഉള്ളിലെ അളവാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിന്റെ ഉള്ളിൽ ഈ താഴ്ഭാഗത്തെ അളവാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ സ്റ്റീൽ റൂളുകൾ സഹായകരമാണ്. കാര്യം എന്താ, ഈ റൂള് നമ്മളുടെ ഈ ഹാൻഡിലിന്റെ മുകളിൽ ഘടിപ്പിക്കും. എന്നിട്ട് ഇവിടെ കൈകൊണ്ട് പിടിച്ചിട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അളവൊക്കെ എടുക്കുവാൻ സാധിക്കും. അപ്പൊ കൺഫൈൻഡ് സ്പേസിലൊക്കെ അളവെടുക്കാൻ സഹായിക്കുന്ന 5 റൂളുകളോട് കൂടിയിട്ടുള്ള ഒരു സെറ്റ് ആയിട്ട് അവൈലബിൾ ആവുന്ന സ്റ്റീൽ റൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് സ്റ്റീൽ റൂൾ എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലുള്ള അളവെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റീൽ റൂളുകളെയാണ് ഷോർട്ട് സ്റ്റീൽ റൂളുകൾ എന്ന് പറയുന്നത്. ഉപയോഗം പറയുന്നത് ചെറിയ ഗ്രൂവുകള്, ചെറിയ ഷോൾഡർ, ചെറിയ ഉയർന്നിരിക്കുന്ന സ്ഥലങ്ങള്, കീവേകൾ നമുക്കറിയാം. ഷാഫ്റ്റിന്റെ മുകളിലൊക്കെ കീവേകൾ കണ്ടാവും. ഷാഫ്റ്റിന്റെ മുകളിൽ കീവേകൾ കണ്ടാവും. അത്തരത്തിലുള്ള കീവേകൾ അളക്കാൻ വേണ്ടിയിട്ട് ഷേപ്പർ മെഷീന്റെയും മില്ലർ മെഷീന്റെ ഒക്കെ കൂടെ ഒക്കെ എന്ത് ഉപയോഗിക്കാം, ഷോർട്ട് സ്റ്റീൽ റൂളുകൾ ഉപയോഗിക്കാം. ഇതിന് എന്തുണ്ടാവും, നമ്മുടെ ഒരു ഹോൾഡർ ഉണ്ടായിരിക്കും അല്ലെ. ഷോർട്ട് സ്റ്റീൽ റൂളുകൾക്ക് ഒരു ഹോൾഡർ ഉണ്ടായിരിക്കും. ഈ ഹോൾഡറിന്റെ മുകളിലേക്കാണ് ഈ റൂള് പിടിപ്പിക്കുകയും അളവെടുക്കുകയും ചെയ്യുന്നത്. അതിന്റെ അളവ് വരുന്നത് 1/4 ഇഞ്ച്, 3/8 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, കാല്, അര, മുക്കാല് എന്നൊക്കെ പറയുന്ന സൈസിലാണ് ആ റൂളുകളുടെ എന്ത് വരുന്നത്, അളവ് വരുന്നത്. 1 ഇഞ്ച് വരെയാണ് അതിന്റെ നീളം വരുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി? ഷോർട്ട് സ്റ്റീൽ റൂൾ ആണ് കേട്ടോ. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റീൽ റൂൾ ആയിട്ട് 5 റൂളുകൾ ഒന്നിച്ചു കൂട്ടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ 5 റൂളുകൾ ഇങ്ങനെ സെറ്റ് ആയിട്ട് വരുന്നു ഒരു ഹാൻഡിൽ വെച്ച്. കൺഫൈൻഡ് സ്പേസിലുള്ള അളവുകൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റീൽ റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ഷോർട്ട് സ്റ്റീൽ റൂൾ ആണ് ഉത്തരം വരുന്നത്. നാരോ സ്റ്റീൽ റൂൾ, ഇതിങ്ങനെ ചോദിക്കും. നാരോ സ്റ്റീൽ റൂളിന്റെ പ്രത്യേകത എന്താ? നാരോ സ്റ്റീൽ റൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, സൈസ്, വീതി, വിഡ്ത്ത് വെറും 5 mm മാത്രമേ ഉള്ളൂ, കട്ടി വെറും 2 mm മാത്രമേ ഉള്ളൂ. അപ്പൊ വളരെ എന്താ പറയാ,
തിന്നായിട്ടുള്ള ഒരു സ്റ്റീൽ റൂളിനെയാണ്, വളരെ തിന്നായിട്ടുള്ള ഒരു സ്റ്റീൽ റൂളിനെ, കട്ടി കുറഞ്ഞ ഒരു സ്റ്റീൽ റൂളിനെയാണ് നാരോ സ്റ്റീൽ റൂളുകൾ എന്ന് പറയുന്നത്. വളരെ കട്ടി കുറഞ്ഞ ആ സ്റ്റീൽ റൂളുകളെയാണ് ഞാൻ എന്ത് പറയുന്നത്, നാരോ സ്റ്റീൽ റൂളുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഉപയോഗം എന്താ, ഇവിടെയും കീവേകൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കാം, സ്മാൾ ഡയമീറ്ററുള്ള ഹോളുകൾ അളക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ഉപയോഗിക്കാം, നാരോ സ്റ്റീൽ റൂളുകൾ ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു സ്റ്റീൽ റൂൾ ഏതാണെന്ന് നോക്കി, ടാപ്പേർഡ് ആയിട്ടുള്ള എൻഡ് ഉണ്ട്. സാധാരണ സ്റ്റീൽ റൂൾ പോലെയല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നവരും അത് ടാപ്പർ ആയിട്ട് പോയതായിട്ട് കാണുവാൻ സാധിക്കും. എങ്ങനെ ടാപ്പർ ആയിട്ട് പോയതായിട്ട് കാണുവാൻ സാധിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ITI ബുക്കിൽ പറയുന്ന കാര്യം ഞാൻ അതേപോലെ പറയുന്നത് മാത്രം, ITI ബുക്കിൽ പറയുന്ന കാര്യം അതേപോലെ പറയുന്നത് മാത്രം. മെക്കാനിക്കുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന സ്റ്റീൽ റൂൾ എന്ന് പറയുന്നുണ്ട്. മെക്കാനിക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീൽ റൂൾ എന്നാണ് അതിനെ കുറിച്ച് ബുക്കിൽ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക സാധാരണ എഞ്ചിനീയർ സ്റ്റീൽ റൂൾ തന്നെയാണ്. എങ്കിൽ പോലും പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് മെക്കാനിക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റീൽ റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ടാപ്പേർഡ് എൻഡോട് കൂടിയിട്ടുള്ള സ്റ്റീൽ റൂൾ ആണ് സ്റ്റീൽ റൂൾ വിത്ത് ടാപ്പേർഡ് എൻഡ് എന്നാണ് പറയാം. അപ്പൊ സ്റ്റീൽ വിത്ത് ടാപ്പേർഡ് എൻഡ്, നാരോ സ്റ്റീൽ റൂൾ, ഷോർട്ട് സ്റ്റീൽ റൂൾ, അതേപോലെ എഞ്ചിനീയർ സ്റ്റീൽ റൂൾ, ഇത്രയും ഭാഗത്തൊക്കെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. സ്ഥിരമായി ചോദിക്കുന്നതിന്റെ റീഡിംഗ് ആക്യുറസി ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ സ്റ്റീൽ റൂളിലെ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ അതൊന്നുമല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. താഴെ പറഞ്ഞ സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, താഴെ പറഞ്ഞ സ്റ്റീൽ റൂളുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അത്തരത്തിലൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പോലും വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി? തുടരാം. റെഡി? സ്റ്റീൽ റൂൾ ഓക്കെ ആണോ? ഹലോ, മെക്കാനിക്കുകൾ ഉപയോഗിക്കുന്ന ടാപ്പേർഡ് മെക്കാനിക്സ് എന്ന് പറയുന്നുണ്ട് ബുക്കിൽ. അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ടേം ഞാൻ പലരോടും ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. പക്ഷെ ബുക്കിൽ ഇങ്ങനെ പറയുന്നത് മെക്കാനിക്കലിൽ ഉപയോഗിക്കുന്ന ടാപ്പേർഡ് എൻഡ് ഉപയോഗിക്കുന്ന സ്റ്റീൽ റൂൾ. ഇനി അതിൽ പറയുന്ന മറ്റൊരു ഭാഗം മെഷർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട്. മെഷർമെന്റ് എന്ന് പറയുന്നുണ്ട്. അതിൽ സ്റ്റീൽ റൂളിന്റെ കൂടെ തന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ല, എങ്കിൽ പോലും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. നമ്മുടെ ലീനിയർ മെഷർമെന്റിന്റെ കേസിൽ എന്താണ്, ആദ്യം നമ്മൾ എന്ത് പറയും, മീറ്റർ പറയും. ആദ്യം നമ്മൾ മീറ്റർ പറയും. മീറ്ററിന്റെ സബ്ഡിവിഷൻ പിന്നെ എന്താണ്, മീറ്ററിന്റെ പിന്നെ നമ്മൾ ചെറുതാക്കാൻ എന്താ പറയാ, സെന്റിമീറ്റർ അല്ലേ പറയാ. മീറ്ററിന്റെ തൊട്ടടുത്ത് പിന്നെ എന്താ പറയാ, സെന്റിമീറ്റർ കഴിഞ്ഞാൽ പിന്നെ മില്ലിമീറ്ററിന് താഴെയാണ് എന്താ പറയാ, മൈക്രോൺസ്. ഓക്കെ. അതേപോലെ തന്നെ നമ്മളെ ആംഗുലർ മെഷർമെന്റിന്റെ കാര്യത്തില് കുറച്ച് സബ്ഡിവിഷൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ആംഗുലർ മെഷർമെന്റില് നമ്മൾ എടുക്കുക എപ്പോഴും ഒരു 360 ഡിഗ്രിയുള്ള സർക്കിളിനെ ഓരോ ഈക്വൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു 360 ഡിഗ്രിയുള്ള സർക്കിളിനെ ഈക്വൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഒരു കഷ്ണത്തെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഡിഗ്രി. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. എന്താണ് ഡിഗ്രി? ആംഗുലർ മെഷർമെന്റിന്റെ കേസിൽ ഒരു കംപ്ലീറ്റ് സർക്കിളിനെ 360 ഈക്വൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയും അതിലൊരു ഡിവിഷൻ പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ഡിഗ്രിയാണ് ഉത്തരം വരിക. ഓക്കെ, ഡിഗ്രിയാണ് ഉത്തരം വരിക. എന്നാൽ നോക്കുകയാണ്, ഡിഗ്രി ഇതാണ് പറയുന്നത്, കംപ്ലീറ്റ് സർക്കിളിനെ 360 ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു. അതിലൊരു പാർട്ടിന് പറയുന്ന പേരാണ് എന്ത്, ഡിഗ്രി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കി, ഡിഗ്രിയെ വീണ്ടും 60 ഈക്വൽ പാർട്ട്, ഒരു ഡിഗ്രിയെ വീണ്ടും ഇങ്ങനെ വളരെ വളരെ അടുത്ത് 60 ഈക്വൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 ഡിഗ്രിയെ വീണ്ടും 60 ഈക്വൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അതിന് എന്ത് പറയും, മിനിറ്റ് എന്ന് പറയും. അതിന് നമ്മൾ എന്ത് പറയും, മിനിറ്റ് എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, എന്താണ്, സെക്കൻഡ് കേട്ടോ. എന്താണ്, സെക്കൻഡ്. അപ്പോൾ ആദ്യം എന്താണ്, ഡിഗ്രി 360 ഈക്വൽ പാർട്ട് ആക്കിയിട്ട് ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്നത് എന്താണ്, അപ്പോൾ കിട്ടുന്നത് ഡിഗ്രി. ഒരു ഡിഗ്രിയെ വീണ്ടും എന്താണ്, നമ്മൾ 60 ഈക്വൽ പാർട്ട് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ഡിഗ്രിയെ വീണ്ടും നമ്മൾ 60 ഈക്വൽ പാർട്ട് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കിട്ടുന്നതിന് നമ്മൾ എന്താ പറയാ, ഒരു ഡിഗ്രിയെ വീണ്ടും 60 ഈക്വൽ പാർട്ട് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ കിട്ടുന്നതിന് നമ്മൾ എന്താ പറയാ, മിനിറ്റ്. മിനിറ്റിനെ വീണ്ടും നമ്മൾ സബ്ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെന്താ പറയാ, മിനിറ്റിനെ വീണ്ടും ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സെക്കൻഡ്. ഓക്കെ,
നമ്മൾ ആംഗുലർ മെഷർമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒറ്റ ടൂൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഒറ്റ ടൂൾ നമ്മുടെ സിലബസിൽ അങ്ങനെ എടുത്തു പറയുന്നുണ്ട്. ഒറ്റ ടൂൾ എന്താണ് ഉത്തരം? 1 ഡിഗ്രി. ബെവൽ പൊട്രാക്ടർ. ബെവൽ പൊട്രാക്ടറുടെ യൂണിറ്റ് അല്ലെങ്കിൽ സബ്ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി ആണ്. അപ്പൊ റീഡിംഗ് ആക്ടേഴ്സ് ഓഫ് ബെവൽ പൊട്രാക്ടർ എത്രയാണെന്ന് ചോദിച്ചാലും ഉത്തരം എത്രയാണ്? 1 ഡിഗ്രി തന്നെയാണ് വരുന്നുണ്ടാവും. ഓക്കെ, 1 ഡിഗ്രി തന്നെയാണ് വരുന്നുണ്ടാവും. നമുക്ക് ഏത് ആംഗിളുകൾ മെഷർ ചെയ്യാൻ പറ്റും ഈ ഒരു ടൂൾ ഉപയോഗിച്ചത്. ഇവിടെ എന്തെങ്കിലും വസ്തു ഉപയോഗിച്ച് അതിന്റെ ആംഗിളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും. ഒരു ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ബെവൽ പൊട്രാക്ടർ. അതിൽ 0 to 180 ഡിഗ്രി മാർക്ക് ചെയ്യുന്ന ഒരു പൊട്രാക്ടർ പോലുള്ള ഭാഗം ഉണ്ടാവും. അതിന്റെ മൈറ്റ് അതിന്റെ റീഡിംഗ് ആക്യുറസി വരുന്നത് 1 ഡിഗ്രിയുമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ഉത്തരം പറഞ്ഞേ. ബേസ്. സ്റ്റോക്ക് ഉണ്ട്, ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഇവിടെ പറയാറില്ല. ബേസ് നമ്മൾ പറയുന്നില്ല. നമ്മുടെ സർഫസ് ഗേജുകളൊക്കെ ഉണ്ട്, യൂണിവേഴ്സൽ സർഫസ് ഗേജ്. അതേപോലെ സർഫസ് ഗേജിന്റെ കേസിലാണ് നമ്മൾ ബേസ് പറയാം. അപ്പൊ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നോട്ട് എ പാർട്ട് ഓഫ് ട്രൈ സ്ക്വയർ. ബേസ് ട്രൈ സ്ക്വയറിന്റെ ഭാഗമല്ല. അപ്പൊ ട്രൈ സ്ക്വയറിന്റെ ഉപയോഗം എല്ലാവർക്കും അറിയാം. ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാം, അതേപോലെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. സ്ക്വയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ തന്നെ 90 ഡിഗ്രി ലൈനുകൾ മാർക്ക് ചെയ്യാൻ ഒരു സഹായമായിട്ട് ഉപയോഗിക്കാം. വർക്ക് പീസുകൾ 90 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ട്രൈസ്കോറുകൾ ഉപയോഗിക്കാം. ട്രൈസ്കോറുകൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ ട്രൈസ്കോറുകൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ട്രൈസ്കോറുകൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചാൽ ട്രൈസ്കോർ നിർമ്മിച്ചിരിക്കുന്ന ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. സ്റ്റാൻഡേർഡ് സൈസ് 100 ഹാർഡൻഡ് സ്റ്റീൽ ആണ്. ബ്ലേഡും സ്റ്റോക്കും ഹാർഡൻഡ് സ്റ്റീൽ തന്നെയാണ്. ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് സാധാരണ പറയാറുള്ളത്. 2 ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടാണ് പറയാറുള്ളത്. നമ്മുടെ കാർപ്പൻട്രി വർക്കുകളിലൊക്കെ പല സമയത്തും ഇത് മരം കൊണ്ടൊക്കെ നിർമ്മിച്ച് കാണാറുണ്ട്. നമ്മൾ പക്ഷെ ജനറൽ ആയിട്ടുള്ള മെറ്റൽ വർക്ക്ഷോപ്പുകളിൽ പറയുന്ന സമയത്ത് ഹാർഡൻഡ് സ്റ്റീലാണ് രണ്ടും പറയാറുള്ളത്. ഓക്കെ, അപ്പൊ ഉപയോഗം ചോദിക്കാം. ഫ്ലാറ്റ്നെസ് നോക്കുക, സ്ക്വയർനെസ് നോക്കുക, അതേപോലെ തന്നെ എന്താണ് ലൈന് മാർക്ക് ചെയ്യാൻ വേണ്ടി 90 ഡിഗ്രി ലൈന് മാർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുക, 90 ഡിഗ്രി വർക്ക് പീസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. അതൊക്കെ ട്രൈസ്കോറിന്റെ ഉപയോഗമാണ്. അതേപോലെ ട്രൈസ്കോർ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഹാർഡ് ആൻഡ് സ്റ്റീൽ കൊണ്ടാണ് ഇത് മനസ്സിലാക്കുക. അതേപോലെ ട്രൈസ്കോറിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സൈസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെയാണ് ഇതിന് ഉത്തരം പറഞ്ഞത്. ഇതാണ് ഇൻസൈഡ് മൈക്രോമീറ്റർ, സോറി ഇൻസൈഡ് കാലിപ്പർ ആണ്. കാലിപ്പറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. തെറ്റിപ്പോയി, ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. കാലിപ്പർ ആണോ ചോദിക്കുന്നത്? റീഡിംഗ് ആക്യുറസി ഓഫ് ആൻ ഇൻസൈഡ് കാലിപ്പർ 0.5 mm. 0.5 mm തന്നെയാണ് വരിക. 0.5 mm തന്നെയാണ് വരിക. കാരണം ഇൻസൈഡ് കാലിപ്പർ ആയിക്കോട്ടെ ഔട്ട്സൈഡ് കാലിപ്പർ ആയിക്കോട്ടെ രണ്ടും എന്ത് ടൂളാണ്? അല്ലെ? ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂൾ എന്ന് പറയുന്ന ഒരു ഗണത്തിലാണ് നമ്മൾ പെടുത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂൾ എന്ന് പറയുന്ന ഗണത്തിൽ പെടുത്തിയത് കൊണ്ട് തന്നെ ഇതിന് എന്തില്ല, സ്വന്തമായിട്ട് സ്കെയിലോ കാര്യങ്ങളൊന്നും ഇതിലില്ല. അപ്പൊ നമുക്ക് അവിടെ ഇതിനെ അളക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു സ്റ്റീൽ റൂളിന്റെ കൂടി സഹായം, അതേപോലെ ഒരു സ്റ്റീൽ റൂളിന്റെ കൂടി സഹായം ഉണ്ടെങ്കിലേ നമുക്ക് ആ റീഡിംഗ് ഒക്കെ മനസ്സിലാക്കി എടുക്കുവാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ ഇൻസൈഡ് കാലിപ്പർ ആയിക്കോട്ടെ ഔട്ട്സൈഡ് കാലിപ്പർ ആയിക്കോട്ടെ രണ്ടിന്റെ റീഡിംഗ് ആക്യുറസി 0.50 mm ആണ് വരുന്നത്. ഉപയോഗം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻസൈഡ് കാലിപ്പർ ആയിക്കോട്ടെ ഔട്ട്സൈഡ് കാലിപ്പർ ആയിക്കോട്ടെ രണ്ടിന്റെയും ഉപയോഗം പഠിച്ചു വെക്കണം. സ്ലോട്ടുകളുടെ ഉൾഭാഗം അളക്കാൻ, ഇന്റേണൽ ഡയമീറ്റർ ഓഫ് പൈപ്പ് അളക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഉപയോഗങ്ങളൊക്കെയാണ് ഇൻസൈഡ് കാലിപ്പറുകൾക്ക് പറയുന്നത്. പുറമേയുള്ള അളവുകൾ എടുക്കാൻ പ്ലേറ്റുകളുടെ ഇങ്ങനെ പ്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ല, അത്തരത്തിലുള്ള സ്റ്റീൽ പ്ലേറ്റുകളുടെ തിക്നെസ് മെഷർ ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാം. ഔട്ട്സൈഡ് കാലിപ്പറുകൾ ഉപയോഗിക്കാവുന്നതാണ്. രണ്ടിന്റെ റീഡിംഗ് ആക്യുറസി 0.5 mm തന്നെയാണ് വരുന്നത്. ഓർഡിനറി കാലിപ്പർ എന്ന് പറയുന്ന മറ്റൊരു പേര് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താ? ജെന്നി കാലിപ്പർ. ഓപ്ഷനിൽ ജെന്നി കാലിപ്പർ ഇല്ല. ഓപ്ഷൻ ബി എർമാഫോർഡേറ്റ് കാലിപ്പർ ആണ് അല്ലെ. ജെന്നി കാലിപ്പറുകൾക്ക് പറയുന്ന മറ്റൊരു പേര് ഓർഡിനറി കാലിപ്പർ എന്ന് പറയാറുണ്ട്, എർമാഫോർഡേറ്റ് കാലിപ്പർ എന്ന് പറയാറുണ്ട്. ഒന്നുകൂടി പറയാറുണ്ട്, എന്താ? പോയിന്റ് കാലിപ്പർ. ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ. ഓക്കെ, ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ എന്നും പറയാറുണ്ട്. ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ എന്നും പറയാറുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ സാധാരണ കാലിപ്പറുകളൊക്കെ എന്തിനു വേണ്ട? ഇൻസൈഡ് കാലിപ്പർ, ഔട്ട്സൈഡ് കാലിപ്പർ, വെർനിയർ കാലിപ്പർ, ഈ കാലിപ്പറുകളൊക്കെ എന്തിനു വേണ്ട ഉപയോഗിക്കുന്നത്? സാധാരണ എല്ലാ കാലിപ്പറുകളും എന്തിനു വേണ്ട ഉപയോഗിക്കുന്നത്? മെഷറിങ്ങിന് വേണ്ടിയിട്ടല്ലോ ഉപയോഗിക്കുന്നത്, അല്ലേ? അതെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജെന്നി കാലിപ്പറുകൾ എന്തിനു വേണ്ട ഉപയോഗിക്കുന്നത്?
സർക്കിളിന്റെ ഒക്കെ സെന്റർ കാണുന്നതിനൊക്കെ. യെസ്, സർക്കിളുകളുടെ സെന്റർ കാണാന്, മാർക്കിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. സർക്കിളുകളുടെ സെന്റർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് മാർക്ക് ചെയ്യണം. അതേപോലെ ഇങ്ങനെ 2 ലൈനുകൾ മാർക്ക് ചെയ്താലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സർക്കിളുകളുടെ സെന്റർ ഒക്കെ കാണുവാൻ സാധിക്കുള്ളൂ. അപ്പൊ സർക്കിളുകളുടെ സെന്റർ കാണാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മളുടെ ഈ എഡ്ജിന് പാരലൽ ആയിട്ട് ഇങ്ങനെ ലൈന് വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ജെന്നി കാലിപ്പറുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ജെന്നി കാലിപ്പറുകൾ എന്തിനാ? ഇതിന്റെ ഓപ്ഷനില് ലൊക്കേറ്റിംഗ് സെന്റർ ഓഫ് റൗണ്ട് ബാർ ആണ് ഉത്തരം. ലൊക്കേറ്റിംഗ് സെന്റർ ഓഫ് റൗണ്ട് ബാറിന് വേണ്ടിയിട്ട് ജെന്നി കാലിപ്പർ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ജെന്നി കാലിപ്പർ അഥവാ ഹെർമാഗോഡിക് കാലിപ്പർ അഥവാ ഓഡ് ലെഗ് കാലിപ്പർ അഥവാ ലെഗ് ആൻഡ് പോയിന്റ് കാലിപ്പർ ഉപയോഗിക്കുന്നത് എന്തിനൂടി പറയുന്നുണ്ട്? ഈ എഡ്ജിന് പാരലൽ ആയിട്ട് ലൈന് വരയ്ക്കാനും എന്ത് ഉപയോഗിക്കാം? ജെന്നി കാലിപ്പറുകൾ ഉപയോഗിക്കാവുന്നതാണ്. കാലിപ്പറിന്റെ കേസിൽ കാലിപ്പറുകൾ ഡിവൈഡറുകളൊക്കെ എങ്ങനെയാ സ്പെസിഫൈ ചെയ്യാറുള്ളത്? ഒരു കടയിൽ പോയിട്ട് ഒരു കാലിപ്പർ മേടിക്കണം, ഒരു ഇൻസൈഡ് കാലിപ്പർ മേടിക്കണം. കടയിൽ പോയിട്ട് ഒരു ഇൻസൈഡ് കാലിപ്പർ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ 2 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. എന്തൊക്കെ പറയണം? ജോയിന്റ്, യെസ്, ടൈപ്പ് ഓഫ് ജോയിന്റും പറയണം, ലെങ്തും പറയണം. 2 തരത്തിലുള്ള ജോയിന്റ് വരുന്നുണ്ട്. ഒന്ന് സ്പ്രിംഗ് ജോയിന്റ്, മറ്റൊന്ന് എന്താണ്? ഫേം ജോയിന്റ്. ഫേം ജോയിന്റ്. ഒന്ന് സ്പ്രിംഗ് ജോയിന്റ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലുള്ള ജോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പ്രിംഗ് ജോയിന്റ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ കാലത്തൊക്കെ ഇവിടെ ഇതൊന്നും ഉണ്ടാവില്ല. അവിടെ എന്താ, നമ്മൾ ഈ 2 ലെഗ് ഇങ്ങനെ പുറത്തേക്ക് പിടിച്ച് വലിക്കണം. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ നമ്മൾ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഡിവൈഡർ ഉണ്ടാവും. അതിന്റെ ലെഗ് നമ്മൾ ഈ കാര്യം ഇങ്ങോട്ടും പിടിച്ചു വലിക്കണം, ഈ കാര്യം ഇങ്ങോട്ടും പിടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിങ്ങനെ പുറത്തേക്ക് തള്ളി വരുള്ളൂ. ഇവിടെ അതല്ല, അവിടെ സ്ക്രൂ വെച്ചിട്ടാണ് അതിന്റെ പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് നീക്കുന്നത്. ഇങ്ങനെ സ്ക്രൂ വെച്ച് നീക്കുകയാണെങ്കിൽ അതിനെ സ്പ്രിംഗ് ജോയിന്റ് എന്നും, പിടിച്ചു വലിച്ച് നീക്കുകയാണെങ്കിൽ അതിനെ ഫേം ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ജോയിന്റും ടൈപ്പ് ഓഫ് ജോയിന്റ് ലെങ്തും വെച്ചിട്ടാണ് കാലിപ്പറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെയും ഞാൻ പറഞ്ഞു, ഇപ്പൊ വരുന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുക. താഴെ പറഞ്ഞ ജെന്നി കാലിപ്പറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യത. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പര്യാപ്തമായിട്ട് പഠിച്ചു വരാം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നാലും ശരി, സാധാരണ ടൈപ്പ് വന്നാലും ശരി, ഏത് ടൈപ്പ് വന്നാലും നമുക്ക് എഴുതുവാൻ പറ്റുമെന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഉത്തരം പറഞ്ഞേ. ജെന്നി കാലിപ്പർ ആണോ? ഡാറ്റം എഡ്ജ് അല്ല പറഞ്ഞിരിക്കുന്നത്, ഡാറ്റം സർഫസ് ഗേജ് ആണ് കേട്ടോ. ഡാറ്റം സർഫസ് വേറെ, എഡ്ജ് വേറെ. എഡ്ജിന് പാരലൽ ആയിട്ട് വരയ്ക്കാനാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? ആള് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്താ? ജെന്നി കാലിപ്പർ ആണ്. എഡ്ജിന് പാരലൽ ആയിട്ട് ലൈന് വരയ്ക്കാനാണെങ്കിൽ അവിടെ എന്താണ്? ജെന്നി കാലിപ്പർ പെർഫെക്റ്റ് ആണ്. എന്നാൽ ഈ സർഫസിന് പാരലൽ ആയിട്ട് വരയ്ക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അവിടെ എന്താ ഉത്തരം എഴുതേണ്ടത്? സർഫസ് ഗേജ് ആണ് ഉത്തരം. സർഫസ് ഗേജ് എന്താ, എന്ത് ടൂളാണ്? അതിന്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം തന്നെ പറയുന്നുണ്ട്. ഒരു മാർക്കിംഗ് ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം, കാര്യം ഇതിന് സ്വന്തമായിട്ട് സ്ക്രൈബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മാർക്കിംഗ് ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണെന്ന് മനസ്സിലാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എവിടെയാ ഉപയോഗിച്ചിട്ടുള്ള? ലൈറ്റിൽ നമ്മൾ വർക്ക് പീസ് പിടിക്കുന്ന സമയത്ത് അല്ലേ നോക്കാറില്ലേ? കോൺസെൻട്രിസിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ലൈറ്റിൽ നമ്മൾ വർക്ക് പീസ് പിടിക്കുന്ന സമയത്ത് കോൺസെൻട്രിസിറ്റി നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? ഇതേ സെയിം ടൂൾ ഉപയോഗിക്കാറുണ്ട്. പാരലിസും ഹൈറ്റും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? ഇതേ സെയിം ടൂൾ ഉപയോഗിക്കാം. നമ്മള് ഡാറ്റം സർഫസിന് പാരലായിട്ട് ലൈന് മാർക്ക് ചെയ്യാനും എന്ത് ഉപയോഗിക്കാം? ഈ സെയിം ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കുക, 2 തരത്തിലുള്ള സർഫസ് ഗേജുകൾ. ഇതിനെ സർഫസ് ഗേജ്, സാധാരണ ഓർഡിനറി സർഫസ് ഗേജ് എന്ന് പറയും. എന്നാൽ നമുക്ക് പഠിക്കാനുള്ളത് അതല്ല. നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? യൂണിവേഴ്സൽ സർഫസ് ഗേജ്. ശ്രദ്ധിക്കുക, ചിത്രം നോക്കുക. യൂണിവേഴ്സൽ സർഫസ് ഗേജിന്റെ ചിത്രം എല്ലാവരും ഒന്ന് നോക്കുക. അതേസമയം സാധാ സർഫസ് ഗേജിന്റെ ചിത്രവും നോക്കുക. ഇവിടെ സ്പിൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. സർഫസ് ഗേജുകൾക്ക് സ്പിൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിന്റെ മുകളിൽ സ്നഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിനു ഉൾമുകളിലായിട്ട് സ്ക്രൈബർ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഈ സ്പിൻഡിലിന്റെ മുകളിലൂടെ ഈ സ്നഗിന് ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്കും ചലിക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സാധാരണ സർഫസ് ഗേജുകളിൽ എന്ത് സാധിക്കില്ല? ഈ സ്പിൻഡിലിന് ഇങ്ങനെ ഇങ്ങോട്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാൻ സാധിക്കില്ല, അനങ്ങാൻ പറ്റില്ല. പക്ഷെ യൂണിവേഴ്സൽ സർഫസ് ഗേജിന്റെ ഉപയോഗം നോക്കിയേ. ചോദിക്കുകയാണ് യൂണിവേഴ്സൽ സർഫസ് ഗേജിന്റെ ഉപയോഗം. നിങ്ങളെ സിലബസിൽ സർഫസ് ഗേജ് പറയുന്നുണ്ട് കേട്ടോ, വളരെ കൃത്യമായിട്ട് പറയണ്ട. ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. യൂണിവേഴ്സൽ സർഫസ് ഗേജിന്റെ ഉപയോഗം എന്താ? സ്പിൻഡിൽ നമുക്ക് ഏത് പൊസിഷനിൽ സെറ്റ് ചെയ്യാൻ പറ്റും.
അഡ്ജസ്റ്റ്മെന്റുകൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സിലിണ്ടറിക്കൽ വർക്ക് പീസിന്റെ മുകളിൽ സപ്പോർട്ട് ചെയ്തിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു വി ഗ്രൂവ് കട്ട് ചെയ്ത് കൊടുത്തു. സിലിണ്ടറിക്കൽ സർഫസിന്റെ മുകളിൽ സപ്പോർട്ട് ചെയ്തിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു വി ഗ്രൂവ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂണിവേഴ്സൽ സർഫസ് ഗേജിന്റെ ഉപയോഗം ചോദിക്കാം, എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് ചോദിക്കാം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണോ? ഇവിടുന്ന് 2 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണോ? പറയൂ, നിങ്ങളതാണ് ചോദിക്കുക, പറയൂ. ഓക്കെ. ഓക്കെ. സർഫസ് ഗേജിന്റെ ഭാഗങ്ങളെ കുറിച്ച് ചോദിക്കാം. ബേസ് നമുക്കറിയാം കാസ്റ്റ് അയൺ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. അവിടെ ഒരു വി ഗ്രൂവ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് യൂണിവേഴ്സൽ സർഫസ് ഗേജില് ഒരു വി ഗ്രൂവ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു യൂണിവേഴ്സൽ സർഫസ് ഗേജില് വി ഗ്രൂവ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? സർക്കുലർ വർക്കുകളുടെ മുകളിൽ സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റോക്കറാം ഉണ്ട്. റോക്കറാം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പറഞ്ഞേ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് സ്പിൻഡിൽ ഇങ്ങനെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ടോ ചെരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? റോക്കറാമുകൾ ഉപയോഗിക്കാം. സ്പിൻഡിൽ നമുക്കറിയാം, സ്പിൻഡിന്റെ മുകളില് നമ്മുടെ ഈ ഒരു സ്പിൻഡിൽ അറ്റാച്ച് റോക്കറാം. ശ്രദ്ധിക്കണേ, ബേസിലേക്കാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? റോക്കറാം കൊടുത്തിട്ടുള്ളത്. ഈ റോക്കറാമിന്റെ മുകളിലേക്കാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? സ്പിൻഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചോദിക്കുകയാണ്, സ്പിൻഡിൽ അറ്റാച്ച് ഇരിക്കുന്നത് ബേസിലേക്കല്ല. ശ്രദ്ധിക്കണം, യൂണിവേഴ്സൽ സർഫസ് ഗേജില് സ്പിൻഡിൽ അറ്റാച്ച് ഇരിക്കുന്ന എവിടേക്കല്ല? ബേസിലേക്കല്ല. അപ്പൊ അവരെവിടേക്കാണ്? റോക്കറാമിലേക്കാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഗൈഡ് പിൻ ഉണ്ട്. ഗൈഡ് പിൻ എന്തിനു വേണ്ടിയിട്ടാ? പാരൽ ലൈൻ വരയ്ക്കാൻ വേണ്ടി. എങ്ങനെ? പാരൽ ലൈൻ വരയ്ക്കാൻ വേണ്ടി. പാരലൽ ലൈൻ വരയ്ക്കാൻ. എന്തിന് പാരലായിട്ട് ലൈൻ വരയ്ക്കാൻ? സർഫസിന് പാരലായിട്ട് ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആവശ്യമില്ല. എഡ്ജ് പിന്നാണ്. ഇതിങ്ങനെ താഴത്തേക്ക് തള്ളി വെക്കാൻ പറ്റും. ഈ പിന്നാണ് താഴത്തേക്ക് ഇങ്ങനെ തള്ളി വെക്കാൻ പറ്റും. താഴത്തേക്ക് തള്ളി വെച്ച് നീക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ എഡ്ജിന് പാരലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ലൈന് വരയ്ക്കാൻ സാധിക്കും. അപ്പൊ സർഫസിന് പാരലായിട്ട് വരച്ചാലും എഡ്ജിന് പാരലായിട്ട് വരച്ചാലും അതേപോലെ തന്നെയാണെങ്കിൽ പോലും ഗൈഡ് പിൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് ചോദിക്കും. യൂണിവേഴ്സൽ സർഫസ് ഗേജില് എഡ്ജിന് പാരലായിട്ട് ലൈന് മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? ഗൈഡ് പിന്നാണ്. ക്ലിയർ? റെഡി? ക്ലിയർ ആണോ? പറഞ്ഞ ഉത്തരം പറഞ്ഞ. സ്നഗ് ആണ് കേട്ടോ. സർഫസ് ഗേജിൽ സ്ക്രൈബർ പിടിപ്പിച്ചിരിക്കുന്ന എവിടെയാണ്? സ്നഗ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ്. ഓക്കെ, ഈ സ്നഗ് ആണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പിൻഡിലേക്ക് എടുക്കുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. റെഡി? ഓക്കെ. ഈ സാധനം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? എന്ത് ടൂൾ എന്ന് പറയാം സിമ്പിൾ ആയിട്ട്? എന്ത് ടൂൾ എന്ന് പറയാം? സപ്പോർട്ടിംഗ് ടൂൾ ആണ്. സപ്പോർട്ടിംഗ് ടൂൾ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യണം, എന്തെങ്കിലും വെച്ച് മാർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് സപ്പോർട്ട് ചെയ്ത് വെക്കാം. അതിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഈ ഗ്രൂവിലേക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? നമ്മുടെ ഈ ഒരു ടൂള്. വി ഗ്രൂവ് ബ്ലോക്കിന്റെ ഇൻക്ലൂഡർ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ വി ബ്ലോക്കുകൾ നമ്മൾ പറയുക എങ്ങനെയൊക്കെയാ? അതേപോലെ വി ബ്ലോക്ക് മേടിക്കാം. ഗ്രേഡ് പറയും. ഗ്രേഡ് വേണം. പിന്നെ ഗ്രേഡ് വേണം. ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ PSC ആൻസർ വരുന്നത്. ഈ ബ്ലോക്കുകളിലെ PSC ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. ഗ്രേഡ് അറിയണം, നോമിനൽ സൈസ് പറയണം, മിനിമം ആൻഡ് മാക്സിമം ഡയമീറ്റർ ഓഫ് വർക്ക് ഈസ് കേപ്പബിൾ ബീയിങ് ക്ലാംപ്ഡ് പറയണം. ഇവിടെ പിടിക്കാൻ പറ്റുന്ന മാക്സിമം ഡയമീറ്റർ എത്രയാണെന്നും മിനിമം ഡയമീറ്റർ എത്രയാണെന്നും ഗ്രേഡും നോമിനൽ സൈസ്. നോമിനൽ സൈസ് പറഞ്ഞാൽ നോമിനൽ സൈസ് എന്ന് പറഞ്ഞാൽ മൊത്തം ലെങ്ത്. പിന്നെ മൊത്തം ലെങ്ത് പറഞ്ഞാൽ മാത്രമേ ഈ ബ്ലോക്കുകൾ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആൻസർ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഹൈ ക്വാളിറ്റി ഓഫ് സ്റ്റീൽ. ഹൈ ക്വാളിറ്റി സ്റ്റീൽ ഉണ്ട് അല്ലെ? ഹൈ ക്വാളിറ്റി സ്റ്റീൽ പറയുന്നത് നമുക്ക് നമ്മളുടെ ബി ബ്ലോക്കുകളെ 2 ഗ്രേഡ് ആയിട്ടാണ് നമ്മൾ പറയാം. ഗ്രേഡ് എ, ഗ്രേഡ് ബി. ഗ്രേഡ് എ ബി ബ്ലോക്കുകള് 100 mm വരെ സൈസിൽ അവൈലബിൾ ആകുന്ന വലിയ ആക്യുറസി റഫായിട്ടുള്ള വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഗ്രേഡ് എ ബി ബ്ലോക്കുകള്. ഹൈ ക്വാളിറ്റി സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഗ്രേഡ് എ ബി ബ്ലോക്കുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിന് ഉത്തരം വരുന്നത്. ഗ്രേഡ് എ ബി ബ്ലോക്കുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റീൽ കൊണ്ടാണ്. എന്നാൽ ഗ്രേഡ് ബി ബി ബ്ലോക്കുകൾ ജനറൽ മെഷീൻ ഷോപ്പ് വർക്കുകൾക്കും അതേപോലെ തന്നെ എന്താണ് നമ്മളുടെ മോർ ആക്യുറേറ്റ് ആണ് ഇവിടെ. നമ്മൾ പറഞ്ഞു വന്നത് ഗ്രേഡ് എ ബി ബ്ലോക്ക് ഉണ്ട്, ഗ്രേഡ് ബി ബി ബ്ലോക്കുകളും ഉണ്ട്. ഗ്രേഡ് എ ബി ബ്ലോക്കുകൾ സ്റ്റാൻഡേർഡ് സൈസ് പഠിക്കുക, മെറ്റീരിയൽ പഠിക്കുക. സ്റ്റാൻഡേർഡ് സൈസും മെറ്റീരിയലും പഠിച്ചു വയ്ക്കുക.
ഗ്രേഡ് ബി ബ്ലോക്കുകളിലെ സ്റ്റാൻഡേർഡ് സൈസും അതേപോലെ മെറ്റീരിയലും കൃത്യമായിട്ട് പഠിച്ചു വരിക. ഗ്രേഡ് ബി ബ്ലോക്കുകളാണ് ചോദിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഉത്തരം എന്താവും? ഇവിടെ എ മാറി ബി ആയി, ഇവിടെ എ മാറിയിട്ട് എന്തായി? ബി ആയി എന്ന് എഴുതുക. അപ്പൊ ഉത്തരം എന്താണ്? ക്ലോസ്ലി ഗ്രേഡ് കാസ്റ്റേണുമായിരിക്കും. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് ബി ബ്ലോക്കുകൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് എന്താണ്? മാർക്കിംഗ് ഓഫ് ടേബിൾ എന്ന് പറയും. മാർക്കിംഗ് ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റഫറൻസ് സർഫസ് ആണ്. സർഫസ് പ്ലേറ്റ് എന്നും പറയാറുണ്ട്. മാർക്കിംഗ് ഓഫ് ടേബിളിന്റെ മുകൾ ഭാഗത്ത് സർഫസ് പ്ലേറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ മാർക്കിംഗ് ഓഫ് ടേബിൾ അഥവാ സർഫസ് പ്ലേറ്റിന്റെ ഉപയോഗം വളരെ കൃത്യമായിട്ട് പറയുന്നത് എന്താ? ഒരു റഫറൻസ് സർഫസ് ആണ്. ഒരു റഫറൻസ് സർഫസ് ഫോർ മാർക്കിംഗ് ഓൺ വർക്ക് പീസ്. വർക്ക് പീസുകളുടെ മുകളിൽ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? റഫറൻസ് സർഫസ് ആയിട്ട് ഉപയോഗിക്കുന്ന മാർക്കിംഗ് ഓഫ് ടേബിൾ ആണ്. നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ചോദിച്ചാൽ ഉത്തരം എന്താണ്? കാസ്റ്റേണും പറയാറുണ്ട്, ഗ്രാനൈറ്റും പറയാറുണ്ട്. ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം വരുന്നത്. ബോത്ത് എ ആൻഡ് ബി ആണ്. ചിത്രം കയറി വന്നതാണ്. ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം വരുന്നത്. മാർക്കിംഗ് ഓഫ് ടേബിൾ കാസ്റ്റേൺ കൊണ്ട് നിർമ്മിക്കാറുണ്ട്, ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിക്കാറുണ്ട്. ഉത്തരം ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം വരുന്നത്. ബോത്ത് എ ആൻഡ് ബി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, അതിന്റെ ഉപയോഗം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയാ, ബേസ് എന്തും മാർക്ക് ചെയ്യാൻ വേണ്ടി റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. അതേപോലെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഈ പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യണം. അളക്കാൻ വേണ്ടിയിട്ട് അളക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് വെച്ച് സെറ്റ് ചെയ്യണം. അതിന്റെ എററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ഈ റെഫറൻസ് സർഫസിന്റെ മുകളിൽ വെച്ചിട്ടാണ് അതൊക്കെ ചെയ്യുക. കാര്യം വേറെ എവിടെയും വന്നിട്ട് അതിന്റെ മുകളിൽ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യാം. അതേപോലെ പാരലിസം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പാരലിസം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ആംഗിൾ ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് റെഫറൻസ് ആയിട്ട് എന്ത് ഉപയോഗിക്കാം? മാർക്കിംഗ് ഓഫ് ടേബിളുകൾ ഉപയോഗിക്കാവുന്നതാണ്. നിർമ്മിച്ചിരിക്കുന്ന കാസ്റ്റൺ കൊണ്ടോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് കൊണ്ടോ ആണ്. അതേപോലെ മറ്റൊരു സപ്പോർട്ടിംഗ് ടൂൾ ആണ് എന്ത്? ആംഗിൾ പ്ലേറ്റ്. വി ബ്ലോക്ക് പറയുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതെന്ന് മാത്രം. ആംഗിൾ പ്ലേറ്റ്. ആംഗിൾ പ്ലേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാസ്റ്റൺ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടോ ഒക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ആംഗിൾ പ്ലേറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. വി ബ്ലോക്കുകൾ നമുക്കറിയാം. വി ബ്ലോക്കുകൾ ആ രണ്ട് വികൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ആംഗിൾ പ്ലേറ്റും അതേപോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം എന്താ? രണ്ട് പ്ലേറ്റുകൾ പരസ്പരം 90 ഡിഗ്രി വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കും. റൈറ്റ് ആംഗിളില് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ആയിരിക്കും ആംഗിൾ പ്ലേറ്റുകൾ ഉണ്ടാവുക. ആംഗിൾ പ്ലേറ്റുകൾ ഇതേപോലെ സ്ലോട്ടുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? ജോബ് ക്ലാമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആംഗിൾ പ്ലേറ്റിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇതേപോലെ സ്ലോട്ടുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉത്തരം ഓപ്ഷൻ എ ആണ്. ജോബ് ക്ലാമ്പിംഗ് ആണ് ഉത്തരം വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വി ബ്ലോക്കുകള് ഗ്രേഡ് എ വി ബ്ലോക്കുകൾ എന്നും ഗ്രേഡ് ബി വി ബ്ലോക്കുകൾ എന്നും പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇവിടെ ജനറൽ മെഷീൻ ഷോപ്പ് വർക്കുകൾ ഉപയോഗിക്കുന്ന ആംഗിൾ പ്ലേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ പ്ലേറ്റുകളെ ഗ്രേഡ് 1 ആംഗിൾ പ്ലേറ്റ് എന്നും ഗ്രേഡ് 2 ആംഗിൾ പ്ലേറ്റും എന്നുമാണ് പറയാം. ഗ്രേഡ് 1 ആംഗിൾ പ്ലേറ്റുകള് മോർ ആക്യുറേറ്റ് ആണ്. നമ്മുടെ ടൂൾ റൂം പോലെയുള്ള വർക്കുകൾക്ക്, അതായത് കുറച്ചുകൂടി പ്രിസിഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഗ്രേഡ് 1 ആംഗിൾ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത്. ഗ്രേഡ് 2 ആംഗിൾ പ്ലേറ്റുകളാണ് ജനറൽ മെഷീൻ ഷോപ്പ് വർക്കുകൾ ഉപയോഗിക്കുന്നത്. ജനറൽ മെഷീൻ ഷോപ്പ് വർക്കുകൾ ഉപയോഗിക്കുന്നത് ഗ്രേഡ് 2 ആംഗിൾ പ്ലേറ്റ് ആണ്. ടൂൾ റൂം പോലെയുള്ള വർക്കുകൾ, അതായത് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ക്ലാമ്പ് ചെയ്യാൻ വേണ്ടി എന്താണ് ഉപയോഗിക്കുക? ഗ്രേഡ് 1 ആംഗിൾ പ്ലേറ്റും ആണ് ഉപയോഗിക്കുക. നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ക്ലോസ്ലി ഗ്രേഡ് കാസ്റ്റൺ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടോ ആണ് ഇത്തരത്തിൽ ആംഗിൾ പ്ലേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കൂടി ഓർമ്മയിൽ വെക്കുക. ക്ലിയർ ആണോ? റെഡി? ഓക്കെ. അപ്പോൾ നമ്മുടെ സ്റ്റീൽ റൂളിന്റെ ടൈപ്പ് പഠിച്ചു. അതേപോലെ നമ്മൾ എന്ത് പഠിച്ചു? അതിന്റെ മെഷർമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ട്രൈ സ്ക്വയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. കാലിപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബ്ലോക്ക്, അതായത് നമ്മുടെ ഈ ട്രൈബിംഗ് ബ്ലോക്ക്, സർഫസ് ഗേജ് അങ്ങനെയുള്ള ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? വൈസ്. ബെഞ്ച് വൈസ് ഞാൻ പറയുമെങ്കിൽ പോലും നമ്മൾ പഠിക്കുന്നത് എന്താണ്? വൈസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഏതൊരു ടെക്നിക്കൽ PSC എക്സാം നോക്കിക്കഴിഞ്ഞാലും മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ടെക്നിക്കൽ എക്സാം നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ നമുക്ക് ബെഞ്ച് വൈസുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് ITI നിലവാരമുള്ള പരീക്ഷകൾ എന്തായാലും ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബെഞ്ച് വൈസുകളെ പറയുന്ന മറ്റൊരു പേരെന്താണ്? എഞ്ചിനീയേഴ്സ് വൈസ് എന്ന് പറയാറുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? ബെഞ്ച് വൈസുകളെ സ്പെസിഫൈ ചെയ്യുന്നത്. ചോദിച്ച് PSC തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ബെഞ്ച് വൈസുകളെ സ്പെസിഫൈ ചെയ്യുന്നത് വിഡ്ത്ത് ഓഫ് ജോ വെച്ചിട്ടാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബെഞ്ച് വൈസ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ചോദിക്കുകയാണ്. ബെഞ്ച് വൈസിന്റെ ഭാഗങ്ങളല്ല,
മറിച്ച് ബെഞ്ച് വൈസ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ചോദിക്കുകയാണെങ്കിൽ ബെഞ്ച് വൈസ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാസ്റ്റ് കൊണ്ടാണെന്നാണ് നമ്മൾ പറയാം. ഇനി കുറച്ചും കൂടി എടുത്ത് ചോദിക്കുകയാണ്, ബെഞ്ച് വൈസിന്റെ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഫിക്സ്ഡ് ജോ ഗ്രേ കാസ്റ്റിംഗ്, മൂവബിൾ ജോ ഗ്രേ കാസ്റ്റിംഗ്, ജോ പ്ലേറ്റ്, ടൂൾ സ്റ്റീൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജോ പ്ലേറ്റ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ട ജോ പ്ലേറ്റ് ഉപയോഗിക്കുന്നത്? വർക്കും ജോലിയും തമ്മിലുള്ള ഇത് പ്രിവെന്റ് ചെയ്യുന്നതിന്. വർക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് വർക്ക് പീസിന് ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജോ പ്ലേറ്റ് അഥവാ ജോ പീസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടൂൾ സ്റ്റീൽ എന്ന് പറയുന്ന കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ആ ജോ പ്ലേറ്റ് നിർമ്മിച്ചിട്ടുണ്ടാവുക. സ്പിൻഡിലും ഹാൻഡിലും ഒക്കെ മൈൽഡ് സ്റ്റീൽ കൊണ്ട്. ഇതിനകത്തൊരു ബോക്സ് നട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും. ആ ബോക്സ് നട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഫോസ്ഫറസ് ബ്രോൺസ് കൊണ്ടാണ് എന്നും മനസ്സിലാക്കി വെക്കും. പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈസ് ഉണ്ട്, അതിനെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഉത്തരം ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി കാസ്റ്റ് എന്നാണ് പറയാം. പിന്നെ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ, ഇതൊക്കെ പറഞ്ഞ എനിക്ക് തന്നെ മോശമാണ്. ജോ പറഞ്ഞോളൂ ഉത്തരം. ഏതാണ്? ഹാൻഡ് വൈസ് ആണ് ഉത്തരം. ഓക്കെ, ചെറിയ സ്ക്രൂകള്, റിവറ്റുകള്, കീകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏത് വൈസ് ആണെന്ന് ചോദിച്ചാൽ ഹാൻഡ് വൈസ് ആണ് ഉത്തരം. ഹാൻഡ് വൈസ് ആണ് ഉത്തരം. സ്മാൾ ഡയമീറ്റർ ജോബ് എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം വരെ എന്താണ്? പിൻവൈസ്. പിൻവൈസ് ആണ് ഉത്തരം വരിക. പിൻവൈസ് ആണ് ഉത്തരം വരിക. ഓക്കെ, ഫോർജിങ് വർക്ക്ഷോപ്പുകൾ ഉപയോഗിക്കുന്ന വൈസ് ലെഗ് വൈസ്. ലെഗ് വൈസ് ആണ് ഉത്തരം. ലെഗ് വൈസ് ആണ് ഉത്തരം. ഇതില് ലെഗ് വൈസിന്റെ കേസിലാണ് നമ്മൾ പറയാ ലെഗ് വൈസ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ലെഗ് വൈസ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താ? കാസ്റ്റൻ ആണോ? അല്ല, മൈൽഡ് സ്റ്റീൽ ആണ്. അതിന്റെ കാരണം കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. വായിച്ചു നോക്കി ഡോക്ടർ ചോദിച്ചേ എന്താ കാരണം? ഈ ലെഗ് വൈസ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഫോർജിങ് ഷോപ്പിൽ ഉപയോഗിക്കുന്ന വൈസ് എന്നാ പറഞ്ഞത്. ഫോർജിങ് ഷോപ്പിലുള്ള പരിപാടി എന്താ? മെറ്റൽ ചൂടാക്കി പുറക്കി കൊണ്ടിരുന്നിട്ട് വെച്ച് അടിക്കും. അടിക്കുന്ന സമയത്ത് കാസ്റ്റൻ ആണെങ്കിൽ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. ബ്രിട്ടിൽനെസ് പ്രോപ്പർട്ടി കൂടുതലാണ്. യെസ്, അത്രേ ഉള്ളൂ. മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് അതുകൊണ്ട് എന്ത് നിർമ്മിക്കുന്നത്? ലെഗ് വൈസ് നിർമ്മിക്കുന്നത്. ലെഗ് വൈസ് നിർമ്മിക്കുന്നത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണെന്ന് ഓർമ്മയിൽ വെക്കുക. ബാക്കിയുള്ള വൈസ് ഒക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ജോ ഓപ്പണിങ് ഈസി ആക്കാൻ വേണ്ടി ഒരു ട്രിഗർ കൊടുത്തിട്ടുള്ള വൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വിക്ക് റിലീസിംഗ് വൈസ് എന്ന് പറയുന്നത്. ജോ ഓപ്പണിങ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടി ഒരു ട്രിഗർ കൊടുത്തിരിക്കുന്ന വൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വിക്ക് റിലീസിംഗ് വൈസ് എന്ന് പറയുന്നത്. ക്വിക്ക് റിലീസിംഗ് വൈസ് എന്ന് പറയുന്നത്. സാധാരണ ബെഞ്ച് വൈസ് തന്നെ, പക്ഷെ അതിനകത്തൊരു ട്രിഗർ ഉണ്ടാവും. നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ട്രിഗർ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വൈസ് എന്ത് ചെയ്യും? ലൂസായി പോയി. ഓക്കെ, പിന്നെ മറ്റൊരു വൈസ് പൈപ്പ് വൈസ് ആണ്. പൈപ്പ് വൈസില് 4 പോയിന്റിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ഹോൾഡ് ചെയ്യുന്നത്. 4 പോയിന്റ് ഉണ്ടാവും. ഇങ്ങനെ 4 പോയിന്റുകളിലായിട്ടാണ് പൈപ്പ് വൈസിൽ വർക്ക് ഹോൾഡ് ചെയ്യുന്നത്. ഒരു വട്ടം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, വെർട്ടിക്കലി മൂവബിൾ ആയിട്ടുള്ള ജോയോട് കൂടിയിട്ടുള്ള വൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്കെ, അതേപോലെ ഹാൻഡ് വൈസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിൻ വൈസ് പറഞ്ഞു. ടൂൾ മേക്കേഴ്സ് വൈസിന്റെ സർഫസ് പ്ലേറ്റുകളുടെ കൂടെ ഒക്കെ ഉപയോഗിക്കുന്ന ഡ്രില്ലിങ്ങിനും അതേപോലെയുള്ള കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ വൈസാണ് ടൂൾ മേക്കേഴ്സ് വൈസ്. ഈ ടൂൾ മേക്കേഴ്സ് വൈസിന്റെ കേസിലും ITI ബുക്കിൽ പറയുന്നത് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ വ്യത്യാസം എന്താ? മൈൽഡ് സ്റ്റീലാണ് വരുന്നത്. അപ്പൊ ടൂൾ മേക്കേഴ്സ് വൈസും അതേപോലെ ലെഗ് വൈസ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, മെഷീൻ വൈസും ഈ ടൂൾ മേക്കേഴ്സ് വൈസും ഒന്നാണോ? രണ്ടും സെയിം ആണോ? നമ്മളെ ബുക്കിൽ അങ്ങനെയാണ് പറയുന്നത്. ചിത്രത്തിൽ നമ്മളെ മെഷീൻസിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന ഡ്രില്ലിങ്ങിനും അതേപോലെയൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന വൈസ് എന്ന് പറഞ്ഞിട്ട് അതാണ് പറയുന്നത്. ഡ്രില്ലിങ്ങിന്റെ കേസിലും മെഷീൻസിന്റെ മുകളിലൊക്കെ ഉപയോഗിക്കുന്ന വൈസ് എന്നിട്ട് അതാണ് പറയുന്നത്. ടൂൾ മേക്കേഴ്സ് വൈസ് എന്നാണ് പറയുന്നത്. ITI ബുക്കിൽ അത് ടൈപ്പ് ഓഫ് വൈസില് മെഷീൻ വൈസ് ഒന്നും പറയുന്നില്ല. പകരം എന്താ പറയുന്നത്? ടൂൾ മേക്കേഴ്സ് വൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ സാധനം. സ്ട്രൈറ്റ് എഡ്ജ് നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താ? Both A and B. കാസ്റ്റൻ കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ഒക്കെ ആണെന്ന് നിർമ്മിച്ചിട്ടുള്ളത്. സ്ട്രൈറ്റ് എഡ്ജ് ഞാൻ ചിത്രത്തിൽ ഇത് കാണിച്ചെങ്കിൽ പോലും നമ്മുടെ എഞ്ചിനീയറിംഗ് കേസിൽ ഉപയോഗിക്കുന്ന സ്ട്രൈറ്റ് എഡ്ജ്
ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള സ്ട്രെയിറ്റ് എഡ്ജുകളാണ്. ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ് എഡ്ജ്. ഈ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ് എഡ്ജ് ഉള്ളത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള സ്ട്രെയിറ്റ് എഡ്ജുകളാണ്, ഈ രണ്ട് ചിത്രം. ഓക്കെ, അപ്പൊ സ്ട്രെയിറ്റ് എഡ്ജിന്റെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ലോങ് ലൈനുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ നമുക്ക് എന്തിനുപയോഗിക്കാം, നമ്മുടെ ഈ ഫ്ലാറ്റ്നെസ് ഒക്കെ അളക്കാൻ ഇതും, അതേപോലെ ഒരു ഫീലർ ഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്ലാറ്റ്നെസ്, അതേപോലെ ഗ്യാപ്പ് ഒക്കെ കൃത്യമാണോ എന്നൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഒന്ന് ഉപയോഗിക്കാം, സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിക്കാം. സ്ട്രെയിറ്റ് എഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റീൽ കൊണ്ടുമുണ്ട്, കാസ്റ്റ് അയൺ കൊണ്ടുമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അളവിൽ വ്യത്യാസമുണ്ട്. സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജുകൾ 2 മീറ്റർ ലെങ്തിലാണ് അവൈലബിൾ ആവുന്നത്. അതേപോലെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനിലുമാണ് ഉള്ളത്. അതേപോലെ കാസ്റ്റ് അയൺ സ്ട്രെയിറ്റ് എഡ്ജുകൾ 3 മീറ്റർ ലെങ്തിലാണ് അവൈലബിൾ ആവുന്നത് എന്നും ഓർമ്മയിൽ വെക്കാം. സ്റ്റീൽ സ്ട്രെയിറ്റ് എഡ്ജുകൾ സ്റ്റാൻഡേർഡ് ലെങ്ത് ചോദിക്കാം, ക്രോസ് സെക്ഷൻ ചോദിക്കാം. അതേപോലെ നമ്മളുടെ ഈ ഒരു കേസിലും കാസ്റ്റ് അയൺ സ്ട്രെയിറ്റ് എഡ്ജിന്റെ കേസിലും സ്റ്റാൻഡേർഡ് ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്.